കൊൽക്കത്തയിൽ കനത്ത മഴ തുടരുന്നു. റോഡിനടിയിലെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 3 പേർ മരിച്ചു. അതിൻ്റെ ഇപ്പോൾ മഴ കൊൽക്കത്ത നഗരത്തെ എങ്ങനെ ബാധിച്ചു എന്നറിയാൻ ഈ ദൃശ്യങ്ങൾ തന്നെ സാക്ഷി. വെള്ളക്കെട്ടിനെ തുടർന്ന് മെട്രോ, റെയിൽ, വിമാന സർവീസുകൾ തടസ്സപ്പെട്ടുവെന്നും നമ്മുടെ ബ്യൂറോ അറിയിക്കുന്നു. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. പറയൂ അജീഷ്. ഇന്നലെ രാത്രി മുതൽ തന്നെ കൊൽക്കത്ത നഗരത്തിൽ കനത്ത മഴയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദമാണ് ഈ കനത്ത മഴയ്ക്ക് കാരണം. നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലായി. വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഈ ദുർഗാ പൂജയുടെ ഭാഗമായിട്ട് തന്നെ നഗരത്തിൽ വലിയ ആഘോഷങ്ങൾ നടക്കാനിരിക്കുകയാണ്. ഇതിനു വേണ്ടി പന്തലുകളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. ഈ പന്തലുകളടക്കം ഈ കനത്ത മഴയിൽ നശിച്ചു. മാത്രമല്ല, ഈ 3 ഇടങ്ങളിൽ വ്യത്യസ്തമായ സംഭവങ്ങളിലായിട്ടാണ് 3 പേർ ഈ ഷോക്കേറ്റ് മരിച്ചത്. ഇത് ഈ റോഡിനടിയിലെ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഈ ഷോക്കേറ്റ് മരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. മറ്റിടങ്ങളിലും സമാനമായിട്ട് തന്നെ സ്ഥിതി തുടരുകയാണ്, വഷളായി തന്നെ തുടരുകയാണ്. ഈ റെയിൽ ഗതാഗതവും ഒപ്പം തന്നെ വ്യോമഗതാഗതവും മെട്രോ സർവീസിനെയും ഈ കനത്ത മഴ ബാധിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്ക് ഇന്നും നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴ വരുന്ന മണിക്കൂറിലും തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.